ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയും പറയാം. ഞാൻ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്. മിക്ക ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സാധാരണ പ്രാർത്ഥന എത്തിച്ചിട്ടാണ് തുടങ്ങാറുള്ളത്. തിരി കത്തിക്കും, പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കിച്ചണിൽ കയറി ചെയ്യുന്ന പോലെ തന്നെ ചായ ഇടും, കാപ്പി ഇടും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ലൈഫും എല്ലാ ദിവസവും പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിൽ പോകുമ്പം നമുക്കൊരു ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈമിൽ തന്നെ അലാറം വെച്ച് ഞാൻ എഴുന്നേക്കും. എന്നിട്ട് എൻ്റെ കിച്ചണിലെ പരിപാടികളെല്ലാം രാവിലെ തന്നെ തീർത്ത് വയ്ക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ കാപ്പി കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ ചായ ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ചായ ഇടും. രാവിലത്തെ വെള്ളം കുടിയും കാര്യങ്ങളും എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഇത് കണ്ടോ, ബോട്ടിൽസ് എല്ലാം കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇതിനകത്തൊക്കെ വെള്ളം നിറച്ച് വയ്ക്കും. എപ്പോഴും ബോട്ടിൽസിൽ എപ്പോഴും വെള്ളം ഉണ്ടാവണം. ഇവിടെ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കും. അത് കാരണം കൊണ്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും. ചായക്കകത്ത് ഞാനിങ്ങനെ വെള്ളം ആഡ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് പൊടിയിട്ട് തിളപ്പിച്ച് നല്ല കടുപ്പത്തിനാണ് ഞാൻ എപ്പോഴും ചായ കുടിക്കാറ് കേട്ടോ. എനിക്ക് അങ്ങനെ കുടിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഇത് ഇപ്രാവശ്യം ഷാജേട്ടൻ ജോർജിയയിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന ഒരു കോഫി പൗഡറാണ്. നല്ല കോഫിയാണ്. എനിക്ക് പണ്ടൊക്കെ എൻ്റെ അമ്മയുടെ അമ്മ വല്യമ്മച്ചിയൊക്കെ ഈ കോപ്പയിലാണ് കുടിച്ചുകൊണ്ടിരുന്നിരുന്ന കാപ്പി. ആ കാപ്പിയൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും. പണ്ട് കണ്ടിട്ടില്ലേ ഇങ്ങനെ ശർക്കരയുടെ തുണ്ടൊക്കെ കടിച്ച് ഇവർ കാപ്പി കുടിക്കുന്നത്. ഞാൻ ഇപ്പോഴും മോളുടെ അടുത്ത് പറയും, ഈ കാപ്പി കുടിക്കുമ്പം നമുക്ക് ചില ടേസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഓർക്കും കേട്ടോ. പിന്നെ ഈ പാത്രമൊക്കെ ഇത് ഡിഷ് വാഷറിൽ നിന്ന് എടുത്ത് വെക്കലാണ്. പിന്നെ അടുത്ത എൻ്റെ ഒരു പണി രാവിലെ തന്നെ തലേദിവസം നമ്മൾ നൈറ്റ് ഞാനിതെല്ലാം എടുത്ത് വെക്കുന്നതാണ്. ഞാനോ അല്ലെങ്കിൽ കുട്ടികളോ. ഇവിടെ ഞാൻ പിള്ളേർക്ക് പണി കൊടുക്കാറുണ്ട് കേട്ടോ. ഓരോ ദിവസവും രാത്രി ഡിന്നർ കഴിഞ്ഞ് കഴിയുമ്പം കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് ഒരു ദിവസം മോനാണെങ്കിൽ ഒരു ദിവസം മോളാണ്. ഇവരെ ഞാനിത് ഇപ്പോഴേയൊക്കെ തന്നെ ശീലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു നല്ല ശീലവുമാണ്. അവർ തന്നെയൊക്കെ എവിടെയെങ്കിലും താമസിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശീലിച്ച് വെക്കുന്നതും നല്ലതാട്ടോ. ഇത് ഞാൻ ഇങ്ങനെയാണ് ചായ ഇടാറുള്ളത്. ചായ നല്ലതിന് തിളപ്പിച്ച് പിന്നെ അതിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് നല്ല പതപ്പിച്ചിട്ടാണ് ചായ കുടിക്കാറ്. ഞാനൊരു ചായപ്രേമിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ്. സാമ്പാർ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തൊടാതെ അനക്കാതെ ഞാനൊരു പാത്രത്തിലെടുത്ത് വയ്ക്കും. അപ്പം നമുക്ക് സാമ്പാറിന് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ചായയും കൊണ്ട് ഇരിക്കാനും എനിക്കധികം സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. കാരണം ഇന്ന് ഷാജേട്ടന് നേരത്തെ ഷൂട്ടിന് പോകണം. അപ്പോൾ ഉപ്പിടാതെയാണ് ഞാൻ മാവ് അരച്ച് വെക്കാറുള്ളത്. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. അതിന് ശേഷം ചെറിയ ദോശയായിട്ട് ചുട്ടെടുക്കുക ചെയ്തത്. സാധാരണ ഇവിടെ ചെറിയ ദോശ അങ്ങനെ മോള് മാത്രമേ കഴിക്കാറുള്ളൂ. ഞങ്ങളെല്ലാവരും നെയ് റോസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ വണ്ണം വയ്ക്കുന്നു, കാലറി കൂടുതലാണ്, ഇതെല്ലാം നമ്മളെല്ലായിടത്തും കേൾക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ എല്ലാവരും ഈ ചെറിയ ദോശയിലോട്ട് മാറിയിട്ടുണ്ട്. അധികം മറ്റേത് നെയ് റോസ്റ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ല നെയ്യിട്ട് മൊരിച്ചാണ് കഴിക്കാറുള്ളത്. ഈ ചെറിയ ദോശയാണ് അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതലും ഒഴിവാക്കാണ്ട് എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് ഫ്രൂട്ട്സ് കേട്ടോ. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാവും, ലഞ്ചിനും ഉണ്ടാവും, ഡിന്നറിനും ഉണ്ടാവും. പിന്നെ ഞാൻ ഉണ്ടാക്കി വെക്കും കട്ട്ലേറ്റ്സ്. ഇതുപോലെ അങ്ങനെ കട്ട്ലേറ്റ് വറക്കുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങളും കൂടി വെക്കാറുണ്ട്. ഇത് ഞാൻ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയങ്ങളിൽ അവർക്ക് ലഞ്ചിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് വറുത്തൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഹെൽത്തിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്നുള്ളത്. ഇതിങ്ങനെ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് തന്നെ ഞാനിങ്ങനെ നേരിട്ട് എടുത്തിട്ട് ഓവൻ്റെ അകത്ത് ഒരു മിനിറ്റൊക്കെ വെക്കും. അപ്പോഴത്തേനും അത് തണുപ്പെല്ലാം മാറിക്കിട്ടും. നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും കേട്ടോ. ഇത് കണ്ടോ, സാമ്പാർ റെഡിയായി. ഇത് ഞാൻ സാമ്പാറൊക്കെ രാവിലെ നമുക്ക് ഒത്തിരി സമയം പോകുമല്ലോ. ഇതാകുമ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും റെഡിയായി നമുക്ക് ടേബിളിൻ്റെ പുറത്തോട്ട് കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ രാവിലെ ഒരുപാട് 5 മണി 5:30 ഒന്നും എഴുന്നേൽക്കുന്ന ഒരാളല്ല. ഒരു 6 മണി 6:15 ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ എഴുന്നേൽക്കാറുള്ളൂ. എനിക്കതാണ്, ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഉറക്കം കളഞ്ഞിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ വരും.
അപ്പോൾ അത് കാരണം കൊണ്ട് നല്ലതുപോലെ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാറുള്ളൂ. എന്നിട്ടും എനിക്ക് ഉറക്കം കുറവാണെന്നാണ് ഡോക്ടർ പറയുന്നത്. ആ ഒരു ടൈമിലേക്ക് ഞാൻ അതുകൊണ്ട് തലേ ദിവസമേ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം ഞാൻ അടുപ്പിച്ച് ഞാൻ വെക്കും. എനിക്ക് പെട്ടെന്ന് ചെയ്തിട്ട് ഇവരെ സ്കൂളിൽ പോകുന്നവരെല്ലാം സ്കൂളിലോട്ട് വിടാനും ഷൂട്ടിന് പോകേണ്ട ആളെ ഷൂട്ടിന് അതിന് പറഞ്ഞു വിടാനും ഒക്കെ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്ന ഫ്രൂട്ട് വാട്ടർമെലനായിരുന്നു. അപ്പം അത് കട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കുറച്ച് ടേബിളിലോട്ട് വെക്കണം. ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് ഞാൻ അപ്പോഴേ ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് കയറ്റും. ഇവിടെ എല്ലാവർക്കും തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ, എനിക്ക് വാട്ടർമെലന് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കമത്തിയാണ് വെക്കാറുള്ളത് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന വാട്ടർമെലനുണ്ടല്ലോ, ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഒരെണ്ണമൊക്കെ എടുത്ത് ഫുള്ളായിട്ട് അങ്ങനെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് അങ്ങനെ വെക്കത്തൊന്നുമില്ല. ഇങ്ങനെ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാനിങ്ങനെ കമത്തി വെക്കും. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ, എന്നിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാനിത് അറിയാതെ എപ്പോഴോ ചെയ്തു പോയതാണ്, പക്ഷേ എനിക്കത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം ഒരു കേടും ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് തന്നെ വാട്ടർമെലൻ ഇരിക്കും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഒരു അരമണിക്കൂർ പോലും വേണ്ടി വന്നില്ല. ടപ്പെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. ഇനി ഇതെല്ലാം കഴിച്ച് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടതിന് ശേഷമായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. എനിക്ക് കുറച്ച് സാവധാനത്തിൽ സമയമെടുത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇരുന്ന് സമയമെടുത്ത് കഴിക്കുന്ന കേട്ടോ ഇഷ്ടം. ഷൂട്ട് നേരത്തെയുള്ള ദിവസങ്ങളിൽ ഇതുപോലെയാണ് കേട്ടോ. രാവിലെ വേഗം കഴിച്ചിട്ട് അവർ പോവും. എപ്പോഴും ഉള്ള ശീലമാണ്, വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുള്ളൂ എത്ര നേരത്തെ പോകാനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുമാതിരി എല്ലാം പെട്ടെന്ന് തലേ ദിവസമേ റെഡിയാക്കി വെക്കും, നേരത്തെ പോകണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവരെയൊക്കെ ഒന്ന് വിട്ട് കഴിയുമ്പം പിന്നെ നമുക്ക് ഇച്ചിരി ആശ്വാസമാവും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് കേട്ടോ. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ വേറൊരു ഫ്ലാറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒച്ചയും ബഹളവും പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ അവരെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ വീടെല്ലാം ഒന്ന് അടുക്കി വൃത്തിയാക്കി നീറ്റാക്കി ഒക്കെ ഒന്ന് ഇടും. ലിവിങ് റൂം തൊട്ട് ബെഡ്റൂംസും കാര്യങ്ങളും എല്ലാം പില്ലോസ് എല്ലാം കറക്റ്റാക്കി വെക്കും. ഷീറ്റ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിടും. പിന്നെ എൻ്റെ മെയ്ഡ് വന്ന് കഴിയുമ്പം അവരൊന്നും കൂടി നല്ലതുപോലെ കുടഞ്ഞ് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വിരിച്ചിടും കേട്ടോ, ടക്കിങ് ചെയ്തിട്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മളൊന്ന് വിരിച്ചിടണമല്ലോ, അതുകൊണ്ട് അതെല്ലാം ചെയ്തിടും. പിന്നെ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത് കാര്യങ്ങൾ അതെല്ലാം കുട്ടികൾ അവരുടെ തന്നെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടാവും. ഞാൻ അധികം താമസിക്കാണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡയറിക്കകത്ത്, അതായത് ജേർണൽ പോലെ ഞാൻ എഴുതി വെക്കുന്ന ഇതിനകത്ത് ഞാൻ ഇതുപോലെ ഒരു മാസത്തെ ക്ലീനിങ് ഫുള്ള് ഞാൻ ഇതുപോലെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഇന്ന് എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഞാൻ വേഗം രാവിലെ തന്നെ കഴിച്ചു. എന്നിട്ട് എൻ്റെ ലഞ്ചും കൂടി പ്രിപ്പയർ ആക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാട്ടോ. നേരത്തെ ജോലികൾ തീർത്ത് വെക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. എനിക്കിങ്ങനെ വൈകുന്നേരം അത് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം അങ്ങനെ വയ്ക്കുന്നില്ല. ചെയ്യാനുള്ള പണികൾ മുഴുവനും വേഗം തീർത്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ ക്രോഷ്യോ ചെയ്യാനായിട്ട് ഇരിക്കും കേട്ടോ. അതോരോ നമുക്ക് തോന്നുന്നതാണ്. എനിക്കങ്ങനെ ക്രോഷ്യോ ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയവും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് എപ്പോഴാണ് തോന്നുന്നത്, ഇപ്പോൾ ചിലപ്പോൾ രാവിലെ ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ ഞാൻ അപ്പം ചെയ്യും ഇരുന്നിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കിച്ചണിലെ കാര്യങ്ങളൊന്നും അധികം ഇല്ല, പണിയും കാര്യങ്ങളൊന്നും ഇല്ല, കറിയൊക്കെ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്രോഷ്യോ ചെയ്യാനിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് കിച്ചണിലേക്ക് മെയിനായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ. അതിവിടെ എല്ലാവർക്കും 3 നേരം കിട്ടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടെ കുട്ടികളൊന്നും അങ്ങനെ ഒരുപാട് സ്നാക്സ് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾ ആരുമല്ല. അപ്പം അതുകൊണ്ട്
ഇതിങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് അതങ്ങനെ എടുത്ത് കഴിച്ചോളും അവർ. അപ്പം അത് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പിന്നെ എൻ്റെ പണി ഉണ്ടായിരുന്നത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ മാംഗോയും പൊമിഗ്രനേറ്റും ആണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതിങ്ങനെ 2-3 എണ്ണം ഞാനിങ്ങനെ 2-3 തരം ഫ്രൂട്ട്സ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കും. അപ്പോൾ അവർ സമയം പോലെ എടുത്ത് അത് കഴിച്ചത് തീർത്തോളും. അടുത്ത ദിവസം അടുത്തത് കട്ട് ചെയ്ത് വെക്കും. അങ്ങനെയാണ്. അപ്പോൾ എനിക്കിത് ചിലപ്പോൾ രാത്രിയിലേക്ക് വരെ ഉണ്ടാവും, ചിലപ്പോൾ രാത്രി ചിലപ്പോൾ പിന്നെയും തീർന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഫ്രൂട്ട്സിന് ഇവിടെ എന്തായാലും നല്ല ചിലവാണ്. അതെല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടിയാണ് ലഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പം ലഞ്ചിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടാവും. ചിലപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ ചില കറികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ വെജിറ്റബിൾസിൻ്റെ ഇതുകൾ ഇങ്ങനെ മറ്റേ തോരൻ, മെഴുക്ക് വരട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിള്ളേർക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് മിക്ക ദിവസവും ഞാൻ ഇതുപോലെ ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കും കേട്ടോ. അത് വെജിറ്റബിൾസ് കൊണ്ടുവരുമ്പം തന്നെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ ദിവസത്തേക്ക് വേണ്ട അളവിലോട്ടുള്ളത് 2-3 തരത്തിലുള്ളത് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിങ്ങനെ ബോക്സിൻ്റെ അകത്താക്കി വയ്ക്കും. ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. അതെടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി നമുക്കതൊന്ന് എന്താണെന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒലിവ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചിട്ട് അതൊന്ന് സോട്ടേ ചെയ്ത് എടുത്താൽ മതി. ഏത് ഫ്ലേവറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറിഗാനോയോ അല്ലെങ്കിൽ ചുമ്മാ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉപ്പ് കുരുമുളക് ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞോ അങ്ങനെയൊക്കെ അപ്പോൾ അത് ഒരു 3-4 ബോക്സ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇവരെ ഞാൻ വെജിറ്റബിൾസ് കഴിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത്. പിന്നെ സാലഡും, അതായത് നമ്മൾ വേവിക്കാതെയുള്ള സാലഡുകളുണ്ടല്ലോ, അതും അവർക്ക് ഇഷ്ടമാണ്. അതും മാറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പം എൻ്റെ കയ്യിൽ പയറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു പയർ മെഴുക്ക് വരട്ടി ചെയ്യാമെന്നുള്ളത്. ഭയങ്കര എളുപ്പത്തിന് ഞാൻ ചെയ്യുന്നൊരു കാര്യം കേട്ടോ. കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം പയറിടുക, ചില്ലി ഫ്ലേക്സ് ഇടാം. ചിലർക്ക് മുളക് മതി, ചിലർ മുളക് പൊടി ഇടും. ഞാൻ ചില ദിവസം ഇവിടെ മുളക് പൊടി ഇടാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഇട്ടു. പിന്നെ പയറിടും, നമ്മൾ ഉപ്പിടും, അടച്ച് വയ്ക്കും. ചിലർ വേവിച്ചിട്ടാണ് ഇതിനകത്ത് ചേർക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ പയറായതുകൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ അച്ചിങ്ങയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് അടച്ച് വെച്ച് അവിടെ ഇരുന്ന് വെന്തു. അതിൻ്റെ ആ വെള്ളത്തിൽ തന്നെ അത് വെന്ത് വരും. വേറെ വെള്ളമൊന്നും അഡീഷണലി ഞാൻ ചേർക്കാറില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെ 1-2 ഇതുകളും കൂടി ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊരു മോര് കാച്ചണമായിരുന്നു. മോര് അങ്ങനെ വലിയ കഷ്ണം ഇട്ടിട്ടൊന്നുമല്ല, എനിക്കറിഞ്ഞുകൂടാ അത് അങ്ങനെയാണോ എല്ലാവരും ചെയ്യാറെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ വന്നു. മോൻ ഇപ്പോഴാണ് അവൻ എഴുന്നേറ്റ് വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അവന് കോഫി എടുത്ത് കൊടുത്തു. അവർ തന്നെ എടുത്ത് കഴിച്ചോളും കേട്ടോ. ഞാൻ എടുത്ത് കൊടുക്കണം അങ്ങനെയുള്ള നിർബന്ധമൊന്നുമുള്ള കുട്ടികളൊന്നുമല്ല. അവർ കിച്ചണിൽ കയറി തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം അവർ തന്നെ എടുത്ത് കഴിക്കുന്നതാണ്. അത് അവിടെ അടച്ചു വെച്ചു. അത് അച്ചിങ്ങ അവിടെ ഇരുന്ന് വെന്തോളും കേട്ടോ. മോര് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സിമ്പിളായിട്ടാണ് മോര് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം അരച്ച് കഷ്ണമൊന്നും ഇടാതെ അരച്ച് അത് വേവിച്ചിട്ട് അതിലേക്ക് തൈരൊഴിച്ച് പിന്നെ അതിൻ്റെ ഇത് താളിച്ചെടുക്കുക ചെയ്ത് കേട്ടോ. ഈ അരപ്പിൽ ഞാൻ ചേർത്തത് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കുമ്പോഴും ഇടാം കേട്ടോ. അതൊക്കെ കൂടി ജീരകവും കൂടി ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കും. മോരിനുള്ള സാധനങ്ങളെല്ലാം നമ്മളിതാ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പയർ അത്രയും സമയം മതി ഈ പയർ വേകാനൊക്കെ. നമുക്കത് വെന്തു. അതെല്ലാം കൂടി ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചു. വളരെ കുറച്ച് എമൗണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കാരണം ഞാൻ മാത്രമേ അത് കഴിക്കുകയുള്ളൂ. കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. പിന്നെ ഞാൻ മോരിൻ്റെ കാര്യങ്ങൾ നോക്കി കേട്ടോ. അതിലിതാ ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. നമ്മൾ കഷ്ണം ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ണം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം വേവിച്ചിട്ട് അതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്താൽ മതി. ഈ ഒരു കൂട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ മാമ്പഴ പുളിശ്ശേരി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരി ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യാറുള്ളത്. അതിനകത്തോട്ട് നമ്മൾ ഇപ്പം മുളക്
പച്ചമുളക് അരയ്ക്കുന്നതിന് പകരം അതിനകത്ത് പച്ചമുളകും കറിവേപ്പിലൊക്കെ കീറിയിടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ആ അരപ്പ് വേകുന്ന സമയമാകുമ്പോഴത്തേനും അതിനകത്തോട്ട് തൈര് അടിച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കും. പുളി അധികം ഇല്ലാത്ത തൈരാണ് കേട്ടോ ചേർക്കാറ്. ഇവിടെ അങ്ങനെ പുളി അധികം വലിയ താല്പര്യമില്ല ആർക്കും. അപ്പോൾ അതുകൊണ്ട് പുളി അധികം ഇല്ലാത്ത, പക്ഷേ മറ്റേ തീ ഓഫ് ചെയ്തതിന് ശേഷമേ തൈര് ചേർക്കുള്ളൂ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും കേട്ടോ. പിന്നെ അത് ഞാനിതുപോലെ കാച്ചിയെടുക്കും. കാച്ചാനായിട്ട് നമ്മൾ കടുക്, ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞത്, വറ്റൽമുളക്, അതെല്ലാം കൂടി ഇടും. ഞാൻ അതിൻ്റെ ഇടയിൽ ഉലുവ ഇടാനായിട്ട് വിട്ടുപോയായിരുന്നു കടുക് പൊട്ടിച്ചപ്പോൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് ഉലുവ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുത്തു. അതും അവിടെ കിടന്ന് മരിഞ്ഞു. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കടുക് താളിക്കുന്നത്. കടുക് താളിച്ച് അത് അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം ആ കറിയിലോട്ട് ഇറങ്ങിക്കോളും. ഇത് എനിക്കിപ്പം ഒരു 2 ദിവസത്തിനുള്ള കറിയൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ലഞ്ചിൻ്റെ ടൈമിന് മാത്രമല്ലേ നമ്മളിത് എടുക്കുന്നത്. അങ്ങനെ ഡിന്നറിന് അങ്ങനെ ചോറ് കാര്യങ്ങളൊന്നും അങ്ങനെ അധികം പേരൊന്നും കഴിക്കില്ല. ചോറ് കഴിക്കാനേ ആർക്കും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ. എനിക്ക് മാത്രമാണ് ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ കേട്ടോ. എനിക്ക് 3 നേരം ചോറ് തന്നാലും ഞാൻ കഴിക്കും. ഇപ്പം ഞാൻ ഈ ബട്ടർ ഇട്ടത് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചില്ലായിരുന്നോ വെജിറ്റബിൾസ്, അതൊന്ന് സോട്ടേ ചെയ്തെടുക്കാനാണ്. ഇതിനകത്തോട്ട് ഞാൻ ബട്ടറും, ഇതിനകത്ത് ഗാർലിക്കിൻ്റെ ഫ്ലേവർ കൂടുതൽ നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് അതും ഇട്ടു. പിന്നെ ഞാൻ ആ വെജിറ്റബിൾസ് ഇട്ടു. പിന്നെ നമ്മൾ ഉപ്പ് ഞാൻ ഇങ്ങനെ വെന്തെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കാറ്. ഇപ്പം ഞാൻ ഇട്ടത് അത് ഒറിഗാനോയോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ പിസയ്ക്ക് ഇടുന്ന ഏതെങ്കിലും ഹെർബ്സിൻ്റെ ഒക്കെ നമുക്ക് കിട്ടുമല്ലോ, പിസ്സ സീസണിങ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. അതിനുശേഷം ഉപ്പും ഇതുപോലെ കുറച്ചിട്ടു. ഇത് നമ്മൾ ഓൾറെഡി വെന്ത് കഴിഞ്ഞതായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ടേ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനത് വേഗം അത് റെഡിയാക്കി അതും ബൗളിലേക്ക് മാറ്റി കേട്ടോ. എൻ്റെ ലഞ്ചിൻ്റെ പണികളെല്ലാം വേഗം ചെയ്തു തീർക്കുന്ന ആളാണ്. എനിക്കങ്ങനെ ഒരുപാട് ടൈം കിച്ചണിൽ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ കിടന്ന് പണിയുന്ന ഒരാളല്ല ഞാൻ. അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് ഒക്കെ പെട്ടെന്ന് എല്ലാ ദിവസവും ഒരു 3-4 ദിവസത്തേക്കുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അത്ര ദിവസത്തേക്കുള്ളതൊക്കെ വെക്കുകയുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ചിക്കൻ കറി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഒന്ന് ചൂടാക്കി അതും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. എഗ്ഗ് ഇങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്താക്കിയിട്ട്, എഗ്ഗിന് ഇവിടെ നല്ല ചിലവുള്ള ഒരു ഐറ്റമാണ്. കാരണം ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് എഗ്ഗ് വെയിറ്റ് വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് മുട്ട മിക്ക ദിവസവും മേടിക്കും. അപ്പം അത് അടുക്കി വെച്ചു. അങ്ങനെ കുറച്ച് നമുക്ക് ചെയ്യാനുള്ള പണികളെല്ലാം ഞാൻ വേഗം ചെയ്ത് തീർത്തിട്ട് കിച്ചണെല്ലാം നീറ്റാക്കി ക്ലീനാക്കി ഇറങ്ങും കേട്ടോ. പിന്നെ അത് നല്ല ഡീപ്പായിട്ടും നീറ്റായിട്ടും പിന്നെ മേഡ് വന്നു കഴിയുമ്പം എല്ലാ ദിവസവും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ഒരു കിച്ചൺ വീഡിയോ കാണിച്ചപ്പം പറഞ്ഞു ഇവിടെയെല്ലാം എല്ലാ ദിവസവും എല്ലാവരും കൂടിയാണ് ക്ലീൻ ആക്കുന്നത്. അപ്പം എൻ്റെ ഒരു ക്ലീനിങ് കഴിഞ്ഞ് ഞാനിങ്ങ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർ വന്ന് ഒന്നും കൂടി നന്നായിട്ട് ക്ലീൻ ആക്കും, വൃത്തിയായിട്ട് നീറ്റാക്കി ക്ലീനാക്കി ഒക്കെ ഇടും. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ എന്തെങ്കിലും പിന്നെ നമുക്കൊരു കുക്കിംഗ് വരുന്നുണ്ടെങ്കിൽ ആ കുക്കിംഗ് കഴിയുമ്പം പിന്നെയും ക്ലീൻ ആക്കും. അങ്ങനെ ഇടുന്നത് കൊണ്ടാണ് വൃത്തിയായിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് വൈകുന്നേരത്തിന് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം ആ ചിക്കൻ ഞാൻ വെള്ളത്തിലിട്ട് അതിൻ്റെ തണുപ്പെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പ് കാര്യങ്ങളെല്ലാം അരച്ചെടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇലകളാണ് കൂടുതലും കേട്ടോ. മല്ലിയില, പുതിനയില, ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ചെറുനാരങ്ങ, ഇതെല്ലാം കൂടി ഉപ്പ്, ഇതൊക്കെ കൂടി അരച്ച് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഞാനിതുപോലെ നേരത്തെ പരട്ടി വയ്ക്കും. അപ്പോൾ ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ കിട്ടുമല്ലോ. എന്നിട്ട് അത് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് എടുത്ത് വയ്ക്കും, അവിടെ ഇരുന്നോളും. പിന്നെ രാത്രി ആകുമ്പം ഒരു ഈവനിങ് ഒക്കെ ഒരു ടൈമൊക്കെ ആകുമ്പം അതെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാത്രി നമ്മൾ എന്താണോ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഉള്ള ഒരു ഐറ്റമോ അല്ലെങ്കിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പണിയെല്ലാം അങ്ങനെ ഒതുക്കി ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കേട്ടോ. അവിടെ കുറച്ച് സമയം ഇരിക്കും ഞാൻ. എൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്ന് കുക്ക് ചെയ്തതിൻ്റെയൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്ത പണിയും കാര്യങ്ങളിലേക്കൊക്കെ തുടങ്ങുകയുള്ളൂ. ഇന്ന് എനിക്കുണ്ടായിരുന്നത് മാറ്റ് ക്ലീൻ ചെയ്യാനായിരുന്നു. അപ്പോൾ മാറ്റെല്ലാം വാക്യൂം ചെയ്തു. ഇത് ഭയങ്കര നല്ലൊരു ഐറ്റം കേട്ടോ, ഈ ഡൈസൻ്റെ വാക്യൂം ക്ലീനർ. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായി ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്.
പണ്ട് എനിക്ക് ബെഡ്റൂമിലൊക്കെ ഇതുപോലെ മാറ്റ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതുപോലെയുള്ള വലിയ മാറ്റുകൾ നമുക്ക് വാഷ് ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഉണക്കിയെടുക്കാനാണ് ഏറ്റവും പാട്. അത് എന്താണ് പറയുക, നമ്മൾ വെയിലത്തിട്ടാലും അതിനൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും എല്ലാം വരും. ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇത് പുതിയതായിട്ട് വീട് നമ്മൾ കുറച്ചൊന്ന് റിനോവേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഇത് മേടിച്ചത് കേട്ടോ. നല്ലൊരു ഐറ്റമാണ്. അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ പോയി എൻ്റെ ക്രോഷ്യോൻ്റെ ഇവരെ രാവിലെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു ഇച്ചിരി വിഷമമാണ്. എൻ്റെ നൂലും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കി ഒതുക്കി അടുക്കി അവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഞാനിത് പുതിയതായിട്ട് ചെയ്തെടുത്ത ഒരു ഫ്ലവറാണ്. ഇത് നമ്മുടെ ചോളത്തിൻ്റെ പുറത്തുള്ള കവർ ഉണ്ടല്ലോ, കോൺ മേടിക്കുമ്പം അത് വെച്ചിട്ട് ഞാനൊന്ന് ചെയ്തെടുത്ത ഫ്ലവറാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിലെ ലിവിങ് റൂമിലെ മറ്റേ ടുലിപ്സും ഇതും എല്ലാം മാറ്റിയിട്ട് ഇത് വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് ആ ഫ്രണ്ടിലെ മാറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു. അതെല്ലാം വാഷ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ചെടിയുടെ ഇടയിൽ കുറച്ച് ഉണങ്ങിയ ഇലയും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് കണ്ടത്. ഈ ചെടി നോക്കലൊക്കെ നമുക്കൊരു നല്ല ടൈം പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇവരെയൊക്കെ എല്ലാ ദിവസവും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. വെള്ളമുണ്ടോ, ഇല പറിച്ച് കളയാനായിട്ടുണ്ടോ, ഉണങ്ങിയത് മാറ്റാനുണ്ടോ എന്നൊക്കെ. ഇത് ഞാൻ ഈ അടുത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയതായിട്ട് ചെയ്തെടുത്തൊരു മാറ്റാണ്. അതും പിന്നെ ദേ ഈ മാറ്റും എല്ലാം ഞാൻ ഈ അടുത്ത് പുതിയത് ചെയ്തതാണ്. അപ്പം അതെല്ലാം മാറ്റി ഇട്ടു. ഈ റൗണ്ട് മാറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് എളുപ്പം പറ്റും, ആ റൗണ്ട് മാറ്റ് ഇടുന്നതിൻ്റെ. ഇതൊക്കെ ഞാൻ ഈ ആഴ്ചയിൽ ചെയ്ത് തീർത്ത കുറച്ച് വർക്കുകളാണ് കേട്ടോ. ഞാൻ പുതിയതായിട്ടൊരു സൈറ്റിൽ നിന്ന് ത്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ത്രെഡ് വെച്ചിട്ട് ചെയ്തതാണിത്. ഒരു റണ്ണർ ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് മാറ്റുകൾ, കോസ്റ്റേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്ത് നോക്കി. ഞാനങ്ങനെ സമയം കുറേ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരാളൊന്നുമല്ല. ഇത് കണ്ടോ, ഇത് ഒന്ന് വാഷ് ചെയ്തിടണം. ഇതൊന്ന് ഞാൻ എപ്പോഴും മാറ്റുകൾ ഹാൻഡ് വാഷ് ആട്ടോ ചെയ്യാറുള്ളത്. അത് രണ്ടും വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം ഇട്ട് കഴിഞ്ഞാൽ അതിൽ പൊടി കയറി അത് അഴുക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ മാറ്റി ഇട്ട് അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കും. ഇത് ഞാൻ പുതിയൊരു ഡിസൈൻ പഠിച്ചതാണ്. ഞാൻ പുതിയ ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ ഇതുപോലെ ത്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കും കേട്ടോ. ആ മാറ്റും എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ചെയ്തതെല്ലാം ടേബിളിൻ്റെ പുറത്ത് വലിച്ചു വരി കിടക്കുന്ന കാരണം കൊണ്ട് അതെല്ലാം ഒതുക്കി നീറ്റാക്കി ക്ലീനാക്കി ഒരു ബോക്സിൻ്റെ അകത്താക്കി ഞാൻ വെച്ചു. പിന്നെ എനിക്ക് എൻ്റെ ഒരു കുഷ്യൻ തന്നെ ബാക്കി അതിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ക്രോഷ്യയുടെ. അതിലൊരു ബട്ടണും വെക്കാനും ഒക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് അതിൻ്റെ പണികളെല്ലാം തീർത്ത് ഒരു സമയം എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ ഞാൻ കഴിച്ചു. ഇത് കണ്ടോ, ഈ പില്ലോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു നെസ്റ്റേഷ്യ ഹോള് ചെയ്ത സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു പുതിയ ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്. അത് ഇങ്ങനെ ഒരു പില്ലോ ആയിട്ടാണ് അവസാനിച്ചത് കേട്ടോ. ഇത് എന്ത് ആവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയതാണ്. പക്ഷെ 2 നല്ല ബ്യൂട്ടിഫുൾ പില്ലോ കവർ കിട്ടി എനിക്ക്. ഇത് നമുക്ക് ഊരി പില്ലോ മാറ്റി വാഷ് ചെയ്ത് നീറ്റാക്കി എടുത്തു വെക്കാനും ഒക്കെ പറ്റുന്ന മാതിരിയുള്ള ഒരു പാറ്റേണിലാണ് ഞാൻ ചെയ്തത്. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു ഡിസൈനാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ പാറ്റേൺ. അപ്പോൾ ഞാൻ അവരത് വെച്ചിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ത്രോയാന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് ചെയ്ത് വന്നിട്ട് അത് ത്രോയാക്കാനായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇതും ഞാൻ ഈ ആഴ്ച തന്നെ ചെയ്തൊരു വർക്കാണ്. ആ ത്രെഡ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ചയിൽ ത്രെഡിൻ്റെ ഒരു എനിക്ക് നല്ലൊരു ത്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു 3 റോള് വേണ്ടി വന്നു കേട്ടോ എനിക്ക് ആ കാർഡിഗൻ ചെയ്ത് തീർക്കാനായിട്ട്. ഇത് എനിക്ക് പുതിയതായിട്ട് ഷാനട്ടിൻ്റെ ജോർജിയ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന് തന്ന ത്രെഡുകളാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലത്തെ ത്രെഡുകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത് കോട്ടൻ്റെ ത്രെഡുകൾ കനം കുറഞ്ഞത് കേട്ടോ. ഇത് വെച്ച് പുതിയ വർക്ക് ചെയ്യാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ പുതിയ വർക്ക് ഞാൻ തുടങ്ങുകയും ചെയ്തു കേട്ടോ. ഒരു ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനുമൊക്കെ. പിള്ളേരൊക്കെ വന്നിരുന്നു, പിന്നെ അവരുമൊക്കെ ആയിട്ട് കുറച്ച് സമയം സംസാരിച്ചു. അങ്ങനെയൊക്കെ അങ്ങ് പോകും. ചില ദിവസങ്ങളിൽ ഞാൻ ക്രോഷ്യോ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഇരുന്ന് ചെയ്യുന്നത്, ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആയിരിക്കും ഇരുന്ന് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ.